ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് +1 മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴത് നോക്കി മനസ്സിലാക്കുക. ഡൗട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ഞാൻ ഒന്ന് പറയാം. tan a + b = tan a + tan b / 1 - tan a tan b എന്നുള്ളതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ഇന്നത്തെ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രിഗണോമെട്രിയിൽ ഒത്തിരി ഇക്വേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ ഇക്വേഷനും അതിനനുസരിച്ച് ആ പ്രോബ്ലത്തിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ എടുത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് tan a + b ആണ്. tan a - b വരുന്ന ഇക്വേഷനും ഉണ്ട്. ഇതിനകത്ത് tan a + b എന്ന് പറയുന്ന ഇക്വേഷൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് tan a + tan b / 1 - tan a tan b ആണ്. ഇനി നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനാണ്. ഈ പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യത്തെ tan 3x × tan 2x × tan x = tan 3x - tan 2x - tan x എന്നാണ് നമ്മളിത് പ്രൂവ് ചെയ്യേണ്ടത്. അതനുസരിച്ച് നമ്മൾ ആദ്യം ഈ tan 3x ഇങ്ങെടുത്തെഴുതി. ആദ്യം കിടക്കുന്ന ഈ ഫസ്റ്റ് പാർട്ട് ഈ tan 3x ഞാൻ ഇങ്ങെടുത്തെഴുതി. tan 3x = ഈ 3യെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു 3x എന്ന് പറഞ്ഞാൽ ഒരു എക്സും 2x കൂടെ കൂട്ടുന്നതാണ് 3x എന്ന് പറയുന്നത്. ഒരു എക്സും 2x, ഇവിടെ ഒരു എക്സ് ഉണ്ടെന്നുള്ളതാണ്, 1 ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സും 2x കൂടെ കൂട്ടുന്നതാണ് 3x. അപ്പോൾ tan 3x എനിക്ക് tan x + 2x എന്ന് എഴുതാം. ഇത് പിന്നെ ഈ ഒരു ഇക്വേഷൻ്റെ രൂപത്തിലാണ് കിടക്കുന്നത്. അത് tan a + b ആക്കി സങ്കല്പിക്കുക. ഇത് എയും ഇത് ബിയും ആക്കി സങ്കല്പിക്കുക. അത് കഴിഞ്ഞ ശേഷം അതിനെ എക്സ്പാൻഡ് ചെയ്യുക. tan a + അതിനകത്ത് എഴുതിയിട്ടുണ്ട് tan a + പിന്നെ tan b എന്ന് പറഞ്ഞാൽ tan 2x ആണ്, ഡിവൈഡഡ് ബൈ 1 - tan a × tan b ആണ്. അപ്പോൾ 1 - tan a എന്ന് പറഞ്ഞാൽ tan x × tan b എന്ന് പറഞ്ഞാൽ tan 2x ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ അതിനകത്ത് നോക്കി ഇതുപോലെ നമ്മൾ പകർത്തി ഇങ്ങോട്ടങ്ങ് എഴുതുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ പാർട്ടിനെ ഉണ്ടല്ലോ, ഈ ഇത്രയും പാർട്ടിനെ ഞാൻ അതേപടി താങ്ങി ഇങ്ങോട്ടങ്ങ് വയ്ക്കുന്നു. അപ്പോൾ tan 3x × ഈ ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇതിനെ ഇങ്ങോട്ട് എടുത്തങ്ങ് വെച്ചു, ഇതിനകത്ത് എടുത്ത് ഫിറ്റ് ചെയ്തങ്ങ് വെച്ചു. ഒരു 1 - tan x × tan 2x = അപ്പോൾ ഈ ഭാഗത്ത് ഈ ഇതിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, tan x + tan 2x എന്ന് പറഞ്ഞ് എഴുതുന്നു. മനസ്സിലായല്ലോ? ഈ ഭാഗം ഇങ്ങോട്ട് കയറി വരണം. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റിന് പുറത്ത് ഈ tan 3x വെച്ച് ഇതിനെ ഇൻറ്റു ചെയ്യും. tan 3x × 1 എന്ന് പറഞ്ഞാൽ tan 3x ആണ്, പിന്നെ മൈനസ് എഴുതും. അത് കഴിഞ്ഞിട്ട് tan 3x × ഇത് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ tan 3x × tan x × tan 2x എന്ന് പറഞ്ഞ് ചേർത്തെഴുതും. ഈ ഈക്വൽ ആ റൈറ്റ് പാർട്ട് അതേപടി തന്നെ എഴുതും, tan x + tan 2x എന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുതും. അപ്പോൾ നമ്മുടെ പ്രൂവ് ചെയ്യാനുള്ള ഈ ടേം എല്ലാം ആയോ എന്ന് നോക്കണം. tan 3x tan 2x tan x അത് ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ്ടല്ലോ, ഈ പാർട്ട് ഇവിടെ കിടപ്പുണ്ട്. അതിനകത്ത് പിന്നെ tan 3x ഇതാ ഇവിടെ കിടപ്പുണ്ട്, ഇതാ കിടക്കുന്നു. അതുപോലെ തന്നെ tan 2x ഇതാ കിടക്കുന്നു, tan x ഇതാ കിടക്കുന്നു. പക്ഷേ ഇതെല്ലാം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതിന് സൈൻ പ്ലസ് ആണ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യുക, ഈ ടേം ഉണ്ടല്ലോ, ഇത്രയും ഈ ടേമിനെ ഞാൻ അങ്ങ് അപ്പുറം കൊണ്ടുപോയി എഴുതുക. അപ്പോൾ ഈ മൈനസ് ഉള്ളത് അങ്ങ് പോകും. അപ്പോൾ വെറും tan 3x tan x tan 2x എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ അപ്പോൾ ബാക്കി ഇവിടെ കിടക്കുന്ന ഈ പാർട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട്, tan 3x. പിന്നെ നമ്മൾ ഈ കിടക്കുന്ന ഈ രണ്ട് tan x tan 2x കൂടെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ഇതിൻ്റെ സൈൻ പ്ലസ് ആണ്, അതിന് വരും ഇതിൻ്റെ സൈൻ പ്ലസ് ആണ്, അതിന് വരും -tan 2x. ഇതിൻ്റെ സൈന് പ്ലസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ -tan x എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ ഇതിനെ അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുമ്പോൾ tan 3x tan x tan 2x അതിവിടെ തന്നെ ഉണ്ടല്ലോ. ഈ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിട്ടുന്നാലും സാരമില്ല, കാരണം ഈ 3 ടേമോ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് ഒരു വിഷയമല്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ റൈറ്റ് പാർട്ട് ലെഫ്റ്റ് പാർട്ട് ഇതുപോലെ നമ്മൾ റീഅറേഞ്ച് ചെയ്യും. റൈറ്റ് പാർട്ടിനെ നമ്മളങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്ത് എഴുതാം, therefore എന്ന് പറഞ്ഞ് ഇതിനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാം. tan 3x ഈ ടേമിൽ ഇപ്പോൾ എല്ലാ ടേമും ഇതിനകത്ത് ആയി കഴിഞ്ഞ് നമുക്കൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഈ പാർട്ട് ഉണ്ടല്ലോ, അത് ഇവിടെ കിടപ്പുണ്ട്. ഇതെടുത്ത് ഇപ്പുറത്തും എഴുതിയ ശേഷം ഈ പാർട്ട് എടുത്ത് അങ്ങ് അപ്പുറത്തും എഴുതുക. എഴുതുമ്പോൾ ഇതേപോലെ ഇതിനെ ഒന്ന് റീഅറേഞ്ച്, ഇതിനെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഇത് ട്രിഗണോമെട്രി നമ്മൾ ഈസി ആയിട്ട് നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും.